ഈശോയിൽ സ്നേഹമുള്ളവരെ, മനുഷ്യരിൽ നിന്ന് അകലങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മറിച്ച് നമ്മളോടൊപ്പം നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് ഇമ്മാനുവേൽ. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. ദൈവം വസിക്കുന്ന ഇടം, നമ്മുടെ ദേവാലയം, സക്രാരി, എത്ര പവിത്രതയോടെ, എത്ര സ്നേഹത്തോടെയാണ് നമ്മളവിടെ പെരുമാറുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ദൈവ സാന്നിധ്യം കുടികൊള്ളുന്ന, പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ആലയമാകുന്ന ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ, ഏറ്റവും നിർമ്മലമായി കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരം അത് ദൈവം വിലയ്ക്ക് വാങ്ങിയതാ. തൻ്റെ ജീവൻ വില കൊടുത്ത് വാങ്ങിയ നമ്മുടെ ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വിശുദ്ധിയോടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാൻ, ശരീരത്തിൻ്റെ എല്ലാ മേഖലകളും, ചിന്തകൾ, മനസ്സ്, ആത്മാവ്, ഇതെല്ലാം വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കുവാൻ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ അതും ചെയ്യാൻ, ടാറ്റു അടിക്കാൻ, മോശമായ കാര്യങ്ങൾ ചെയ്യുവാൻ, ഇതിലേക്കൊന്നും നമ്മുടെ ശരീരത്തെ വലിച്ചിഴയ്ക്കുവാൻ പാടില്ലെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നവരാണ്. ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. ആ ഒരു കൃപയിൽ ദൈവമേ, എൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നിർമ്മലതയോടെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ നമുക്ക് ദൈവസന്നിധിയോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധമായത് ചിന്തിക്കുവാൻ, വിശുദ്ധമായത് പറയുവാൻ, വിശുദ്ധമായത് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളിന്ന് ശ്രവിച്ച വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകട്ടെ. വചനത്താൽ ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥനയോടെ ദിവികാരുണീശോടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും